الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ, അവസാനം മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകൾ അടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനിക്കുമാറാകട്ടെ. 1925 മരണപ്പെട്ട സിആർ ദാസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ചിത്തിരഞ്ജൻ ദാസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഒരു പ്രമുഖ അഭിഭാഷകൻ കൂടിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പാറ്റ്നയിലെ പ്രശസ്തരായ ഒരു സമ്പന്ന കുടുംബത്തിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളെല്ലാം പേർഷ്യൻ ഭാഷയിലായിരുന്നു. അപ്പോൾ സിആർ ദാസ് തന്റെ കക്ഷികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളെല്ലാം പേർഷ്യൻ ഭാഷയിലാണ്, എനിക്ക് പേർഷ്യൻ ഭാഷ അറിയില്ല. അതുകൊണ്ട് ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ പേർഷ്യൻ ഭാഷയും നിയമവും അറിയാവുന്ന ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിന് പറ്റിയ ഒരാള് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. അദ്ദേഹത്തിന് നിയമവും അറിയാം, പേർഷ്യൻ ഭാഷയും അറിയാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ താമസം ലാഹോറിലാണ്. അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തി ഈ രേഖകളെല്ലാം മൊഴിമാറ്റം നടത്തി കിട്ടിയാലേ എനിക്ക് കേസ് നടത്താൻ കഴിയും. അതിന് വലിയ ചെലവ് വരും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് കേട്ടപ്പോൾ സമ്പന്നരായ ആ കുടുംബം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കക്ഷികൾ പറഞ്ഞു, എത്ര ചെലവ് വന്നാലും ഞങ്ങൾ വഹിക്കാം. അതനുസരിച്ച് സിആർ ദാസ് തന്റെ സുഹൃത്തു കൂടിയായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ വിളിച്ചു വരുത്തി. ലാഹോറിൽ നിന്നും ഇഖ്ബാൽ വന്നു. ഇഖ്ബാലിന്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് ഈ പേർഷ്യൻ ഭാഷയിലുള്ള രേഖകളെല്ലാം ഒന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി തരണം. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ആവശ്യമായ താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് 1000 രൂപ വീതം നിങ്ങൾക്ക് പ്രതിഫലവും നൽകാം. 2-3 ആഴ്ച കൊണ്ട് എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് സാവകാശമാണ്. രേഖകൾ കൈ മേടിച്ച അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ആ പേർഷ്യൻ ഭാഷയിലെ രേഖകൾ മുഴുവനും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ സിആർ ദാസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് അവസാനിച്ചു, എനിക്ക് വൈകിട്ട് ലാഹോറിലേക്ക് തിരിച്ചു പോകണം. സിആർ ദാസ് അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ജോലി ചെയ്തത്? ഒരു ദിവസം 1000 രൂപ പ്രതിഫലം കിട്ടുന്ന ജോലിയല്ലേ? സ്വർണത്തിന് 12-13 രൂപ ഒരു പവന് വില നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസത്തേക്ക് 1000 രൂപ പ്രതിഫലം കൂടി ആലോചിക്കുന്നത്. ഇന്ന് സ്വർണത്തിന് 70,000-ന്റെ മുകളിലാണ്.
സിയാർദാസ് അത്ഭുതപ്പെട്ട് അല്ലാമ ഇക്ബാലിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഇത്ര പെട്ടെന്ന് ചെയ്തത്? 3 ആഴ്ച വരെ നിങ്ങൾക്ക് ഞാൻ സാവകാശം നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 1000 രൂപ വീതം പ്രതിഫലം കിട്ടുന്ന ജോലിയുമാണ്. അപ്പൊ അല്ലാമ ഇക്ബാൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ശരിയാണ്, എനിക്ക് ഈ ജോലി ഇങ്ങനെ വച്ച് താമസിപ്പിച്ച് 3 ആഴ്ച കൊണ്ട് ചെയ്ത് തീർത്താൽ വലിയ പ്രതിഫലം കിട്ടും, 1000 രൂപ വീതം ഡെയിലി കിട്ടും. പക്ഷെ അത് പാപത്തിന്റെ കൂലിയാണ്. പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു ജോലി സമയം കൂടുതലെടുത്ത് ചെയ്തു തീർത്ത് അതിന് വാങ്ങുന്ന ശമ്പളം, അതിന് വാങ്ങുന്ന കൂലി, അത് പാപത്തിന്റെ ശമ്പളമാണ്. അത് ഞങ്ങൾക്ക് വാങ്ങാൻ പാടില്ല. അങ്ങനെ വാങ്ങിയാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഇത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറയുമ്പോൾ സിയാർദാസ് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ ലോകത്തുള്ളൂ. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ മെയ് 1-ാം തീയതി 80,000 തൊഴിലാളികൾ സംഘടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തൊഴിലാളി സമരം ആദ്യമായി അന്ന് നടന്നു. തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയായിരുന്നു ആ സമരം. ആ സമരത്തെ അടിച്ചമർത്താൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി മുതലാളിത്ത വർഗം ശ്രമിച്ചു. 4ഓളം ആളുകൾ ആ സമരത്തിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. തൊഴിലാളി വർഗത്തിന്റെ കെട്ടുറപ്പും ഐക്യവും വിളിച്ചോതുന്ന വലിയൊരു സമരമായിരുന്നു 1886 മെയ് 1-ന് ചിക്കാഗോയിൽ നടന്നത്. ആ സമരത്തിൽ തൊഴിലാളികളുടെ ആവശ്യം, ഞങ്ങൾക്ക് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും വേണമെന്നായിരുന്നു. ആവശ്യം അംഗീകരിക്കപ്പെട്ടു. തൊഴിലാളി, തൊഴിലുടമ എക്കാലത്തും ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ചർച്ച ചെയ്യപ്പെടേണ്ടതും വിവാദങ്ങളിൽ അകപ്പെടുന്നതുമായ ഒരു മേഖലയാണ്. മെയ് 1-ാം തീയതി സർവദേശീയ തൊഴിലാളി ദിനമായി 1886 തൊഴിൽ സമരത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെടുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തൊഴിലിനെ കുറിച്ച്, തൊഴിലാളിയെ കുറിച്ച്, തൊഴിലുടമയെ കുറിച്ച് വളരെ കൃത്യമായ സന്തുലിതമായ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാമിന്റെ വിഷയത്തിലുണ്ട്. സൂറത്തുൽ ജുമഅയിലൂടെ അല്ലാഹു നമ്മെ കേൾപ്പിക്കുന്നത് തൊഴിലിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിലൂടെ തൊഴിലെടുക്കാൻ വേണ്ടി വ്യാപിക്കണം, തൊഴിലെടുത്ത് ജീവിക്കണം. തൊഴിലിനെ കുറിച്ച്, നമസ്കാര ശേഷം തൊഴിലെടുക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖൈറൻ മിമ്മാ അമിലത് യദുഹു. കൈകൊണ്ട് പണിയെടുത്ത് തിന്നുന്നതിനേക്കാൾ നല്ലൊരു ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ഒരു സംഘം പ്രവാചകനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരാൾ മാറി നിൽക്കുന്നുണ്ട്. നബി തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നീ മുസാഫഹത്ത് ചെയ്യാത്തത്? അദ്ദേഹം തന്റെ പരുപരുത്ത കൈ കാണിച്ചു കൊടുത്തു, പണിയെടുത്ത് താഴ്മിച്ച കൈ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ കൈ പടച്ചാൻ വരാൻ ഇഷ്ടപ്പെടുന്ന കൈയാണ്, ഈ തഴമ്പ് അല്ലാഹുവിന് ഇഷ്ടമാണ്. കാരണം ഇത് അധ്വാനിച്ചതാണ്, പണിയെടുത്തതിന്റെ പേരിൽ ഉണ്ടായതാണ്. നബിയും സഹാബത്തും ഇരിക്കുന്ന ഒരു സദസ്സിനരികിലൂടെ കരുത്തനായ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. ആരോഗ്യവാനായ കരുത്തനായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സഹാബാക്കളിൽ ചിലര് പറഞ്ഞു, ഇയാൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണല്ലോ, ഇദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് തയ്യാറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നബി തിരുമേനി സഹാബത്തിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം പോകുന്നത് മക്കൾക്ക് വേണ്ടി പണിയെടുക്കാനാണെങ്കിൽ, ജോലി എടുക്കാനാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അയാളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനാണെങ്കിൽ, ജോലി എടുക്കാനാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അപ്പൊ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരം, മനുഷ്യൻ തൊഴിലെടുക്കുന്നതും പണിയെടുക്കുന്നതും അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ്
എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് തിരുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാര് മുഴുവനും തൊഴിലെടുത്ത് ജീവിച്ചവരാണ്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരും തൊഴിലെടുത്ത് ജീവിച്ചവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ്, പ്രവാചകനാണ്. അദ്ദേഹം തൊഴിലെടുത്ത് ജീവിച്ചു, പടയെങ്കിൽ തുന്നി ജീവിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവൻ ഭരിച്ചൊരു ചക്രവർത്തിയാണ്, അദ്ദേഹം കുട്ട നെയ്ത് ജീവിച്ചു. പ്രവാചകന്മാരെല്ലാവരും തൊഴിലെടുത്തും പണിയെടുത്തും ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തൊഴിലെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന മിനൽ ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ഫിൽ മഈഷ. ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങളെ നമസ്കാരം പൊറുപ്പിക്കുകയില്ല. ഹജ്ജ് കൊണ്ട് ആ പാപം പൊറുക്കൂല, നോമ്പ് കൊണ്ട് ആ പാപം പൊറുക്കൂല. ആ പാപങ്ങളെ പൊറുപ്പിക്കാൻ തൊഴിലെടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അത്ഭുതകരമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാഴ്ചപ്പാട്. മനുഷ്യന്റെ ചില പാപങ്ങളെ പൊറുപ്പിക്കാൻ ഹജ്ജ് ഉപകരിക്കില്ല, നോമ്പ് ഉപകരിക്കില്ല, നമസ്കാരം ഉപകരിക്കില്ല. തൊഴിലെടുക്കുമ്പോഴേ ആ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുകയുള്ളൂ. ഇത്രയും വിശാലമായ കാഴ്ചപ്പാടാണ് തൊഴിലിനോട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഇസ്ലാമിനുള്ളത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തൊഴിൽ എന്നുള്ളത് മഹത്വമുള്ളൊരു കാര്യമാണ്. തൊഴിലിന് തയ്യാറാകണം. തൊഴിലെടുക്കാതെ മടിയന്മാരായി അല്ലെങ്കിൽ യാചനയ്ക്ക് വേണ്ടി ഒരു വിശ്വാസി ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശത്തെ കുറിച്ച് ഇസ്ലാം സംസാരിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ലോകത്ത് ഇന്ന് ഒരുപാട് സംഘടനകളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ മുതലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പല സംഘടനകൾക്കും കഴിയുന്നില്ല. ഇസ്ലാം അങ്ങനെയല്ല. ഒരേ സമയം തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുതലാളിയുടെ അവകാശങ്ങളെ കുറിച്ചും ഇസ്ലാം പറയുകയാണ്. തൊഴിലാളിക്ക് അവകാശമുള്ളതുപോലെ തൊഴിലുടമയ്ക്കും ചില അവകാശങ്ങളുണ്ട്. കമ്മ്യൂണിസം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. തൊഴിലാളികൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ, തൊഴിലാളികളോടുള്ള വിശാലമായ കാഴ്ചപ്പാടിന് കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരൽ മാർക്സ് കമ്മ്യൂണിസം രൂപീകരിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഒരു തൊഴിലുടമയുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. തൊഴിലുടമയിൽ നിന്നും തന്റെ അമ്മയ്ക്കുണ്ടായ ദുരനുഭവങ്ങൾ, ദീർഘമായ സമയം തൊഴിലെടുക്കേണ്ടി വന്നതിന്റെ പേരിൽ തന്നെ സ്നേഹിക്കാൻ, തന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ ഉണ്ടായ കാരൽ മാർക്സിന്റെ ദുഃഖത്തിൽ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസത്തിന് രൂപം കൊടുക്കുന്നത് തന്നെ. പക്ഷേ അവിടെ ഉണ്ടായ ഒരു പരാജയം എന്ന് പറയുന്നത് മുതലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളതാണ്. അവിടെ വർഗ സമരമാണ്. തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള സംഘട്ടനത്തെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം പറയുന്നത് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ സംഘട്ടനം ഉണ്ടാകണമെന്നല്ല, സഹകരണം ഉണ്ടാകണം. തൊഴിലാളിയെ മുതലാളി ചൂഷണം ചെയ്തപ്പോ ആ മുതലാളിക്കെതിരെ, തൊഴിലുടമയ്ക്കെതിരെ ഉയർന്നു വന്ന രോക്ഷ പ്രകടനമാണ് ഈ വർഗീയമായ വർഗപരമായ ഒരു വേർതിരിവിലേക്ക്, സമരത്തിലേക്ക് കമ്മ്യൂണിസത്തെ കൊണ്ടുവന്നിച്ചതെങ്കിൽ ഇസ്ലാം പറയുന്നത് തൊഴിലാളിക്ക് അവകാശമുള്ളതുപോലെ മുതലാളിക്കും അവകാശമുണ്ട് എന്നാണ്. തൊഴിലുടമയ്ക്ക് അവകാശമുണ്ട്. തൊഴിലുടമയുടെ അവകാശങ്ങളെ കൂടി വകവച്ചു കൊടുക്കുന്ന സന്തുലിതമായ സമഗ്രമായ ഒരു തൊഴിൽ നിയമമാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. അവിടെയാണ് ഇസ്ലാമിന്റെ സമഗ്രത നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യ രാജ്യം മുഗളന്മാർ ഇന്ത്യ ഭരിക്കുന്നത് വരെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ചൊരു അറിവുണ്ടായിരുന്നില്ല. എല്ലുമുറിയെ പണിയെടുക്കാനും വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണവും ഉത്സവകാലം കിട്ടുന്ന ഉടുപ്പിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഇന്ത്യയിലെ തൊഴിലാളി വർഗം. ഇന്ത്യയിലെ തൊഴിലാളി വർഗങ്ങൾക്ക് കൃത്യമായി വേതനം കൊടുത്തത് മുഗളന്മാർ ഈ രാജ്യം ഭരിച്ചപ്പോഴാണ്. ഇന്നിപ്പോ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് NCERT-യെ വെട്ടിമാറ്റുകയാണ്. മുഗളന്മാരുടെ ചരിത്രം പഠിക്കേണ്ടെന്ന് പറയുന്നത്. മുഗളന്മാരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ പുരോഗതിയുടേതാണ്. ഈ രാജ്യത്തെ GDP ഏറ്റവും ഉയർന്നു നിന്നത് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചപ്പോഴാണ്. അതെല്ലാം വെട്ടിമാറ്റിയിട്ട് ഈ കൊല്ലും കൊലയും പഠിപ്പിക്കണമെന്നാണ് ഇന്നത്തെ ഗവൺമെന്റ് പറയുന്നത്. മനുഷ്യരെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരം കണ്ടില്ലേ? അഷ്റഫ് എന്ന് പറയുന്ന മാനസിക വെല്ലുവിളി നേടുന്ന ഒരു ചെറുപ്പക്കാരനെ മംഗളൂരുവിൽ തല്ലിക്കൊന്നു, പച്ചയ്ക്ക് തല്ലിക്കൊന്നു 10-18 ജീവജന്തുക്കൾ. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യ. ഈ ഒരു ഇന്ത്യ ആയിരുന്നില്ല മുഗളന്മാര് ഭരിച്ചപ്പോ.
ഇവിടെയുള്ള പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തു. തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് തൊഴിലാളി മനസ്സിലാക്കിയത് മുഗൾമാർ ഇന്ത്യ ഭരിച്ച സമയത്താണ്. അതുകൊണ്ടല്ലേ 1558 മുഗൾ ചക്രവർത്തിമാരിൽ അവസാനത്തെ ആളായ ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തുന്നത് വരെ ഇന്ത്യയിൽ ഒരു തൊഴിലാളി സംഘടന ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഒരു തൊഴിലാളി സംഘടന ഉണ്ടായിട്ടേ ഇല്ല. അതിനുശേഷമാണ് ബോംബെയിൽ 17,000 തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് മിൽ ഹാൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിൽ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് 1890 ശേഷമാണ്. അതുവരെ ഇന്ത്യയിൽ തൊഴിലാളി സംഘടന ഉണ്ടായിരുന്നില്ല. എസ് കെ മിശ്ര തന്റെ ഇൻഡസ്ട്രിയൽ ലേബർ ലോസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന 1990 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് മുഗളന്മാർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവന? ഷാജഹാൻ ചക്രവർത്തി ഒരിക്കൽ സവാരിക്ക് വേണ്ടി ഇറങ്ങി ഷാജഹാൻ ചക്രവർത്തിയുടെ മുന്നിൽ തന്റെ ഭരണത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഭരണീയനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്നൊരു പരാതി പറയുന്നുണ്ട്. മഹാരാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിലെ ഒരു പ്രഭുവാണ് എന്റെ മുതലാളി. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാരനാണ്. മാസങ്ങളായി എനിക്ക് ശമ്പളം വന്നിട്ട്. ഷാജഹാൻ ചക്രവർത്തി കൊട്ടാരത്തിലെ തന്റെ പ്രഭുവിനെ, ജോലിക്കാരനെ വിളിച്ചു വരുത്തി. എന്നിട്ടും വിവരം അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഈ പാവപ്പെട്ട മനുഷ്യന് മാസങ്ങളായി ശമ്പളം കൊടുത്തിട്ടില്ല. ഷാജഹാൻ ചക്രവർത്തി പ്രഭുവിനോട് പറഞ്ഞു, നീ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങണം, ഈ പാവപ്പെട്ട നിന്റെ തൊഴിലാളിയെ കുതിരപ്പുറത്ത് കയറ്റണം. തൊഴിലാളി കുതിരപ്പുറത്ത് കയറി. പ്രഭു താഴെ ഇറങ്ങി. തൊഴിലാളിയോട് ഷാജഹാൻ ചക്രവർത്തി പറഞ്ഞു, കുതിരയെ സ്പീഡിൽ ഓടിക്കുക. പ്രഭുവിനോട് പറഞ്ഞു, കുതിരയുടെ പുറകെ ഓടുക. സ്പീഡിൽ ഇങ്ങനെ കുതിര ഓടിച്ചു പോയി തൊഴിലാളി. ഈ പ്രഭു അതിന്റെ പിന്നിൽ ഓടി 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 അവസാനം തളർന്നു വീണു. തളർന്നു വീണ സമയത്ത് ഷാജഹാൻ ആ പ്രഭുവിനോട് പറഞ്ഞു, നീ എന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നതിന് ഞാൻ നിനക്ക് കൃത്യമായ ശമ്പളം തരുന്നില്ലേ? അതുപോലെ നിന്റെ വീട്ടിലെ ജോലിക്കാരുടെ നീ കൃത്യമായി ശമ്പളം കൊടുക്കണം. തൊഴിലാളിയുടെ ശമ്പളം നീ ഒരിക്കലും കൊടുക്കാതിരിക്കരുത്. ഇത് അക്രമമാണ്. അതുകൊണ്ട് മുഗൾ ചക്രവർത്തിമാർ ഈ രാജ്യത്തിന് നൽകിയ ഒരു സംഭാവനയാണ് തൊഴിലാളി വർഗത്തോട് അവർ നീതി കാണിച്ചു എന്നുള്ളത്. ഒരു തൊഴിലാളി സംഘടന പോലും ഇല്ലാത്ത രീതിയിൽ തൊഴിലാളികൾക്ക് നീതി ലഭിച്ചത് മുഗളന്മാരുടെ ഭരണകാലത്തായിരുന്നു. ഇന്ന് അതിനുശേഷം ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഉണ്ടായി. ഒരുപാട് തൊഴിലാളി സംഘടനകൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവർക്ക് നൽകിയ സന്ദേശമായിരുന്നു തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, അവരോട് നീതി പുലർത്തണം എന്നുള്ളത്. മുഗൾ ചക്രവർത്തിമാരെ ഇത് പഠിപ്പിച്ചത് ദീനാണ്, പരിശുദ്ധമായ ഇസ്ലാമാണ് പഠിപ്പിച്ചത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കാൻ അവരെ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എണ്ണി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തൊഴിലാളികളോട് കാണിക്കേണ്ട മര്യാദകൾ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജോലിക്ക് വിളിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കൂലി നിശ്ചയിക്കണം. ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോൾ കൂലി നിശ്ചയിക്കണം. ഒരിക്കലും തൊഴിലാളി ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. പണി കഴിയുമ്പോൾ കൂലിക്ക് വേണ്ടി വിലപേശുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എത്ര രൂപ എന്ന് കൃത്യമായി നിശ്ചയിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്റെ ജോലിക്ക് എത്ര കൂലി എന്ന് തൊഴിലാളി അറിയാം തൊഴിലിന് മുമ്പായിട്ട്. രണ്ടാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ അജീറ ഹഖഹു ഖബല യജിഫ അറഖഹു. തൊഴിലാളിയുടെ കൂലി നിങ്ങൾ വിയർപ്പൊടുന്നതിന് മുമ്പ് കൊടുക്കണം. അവന്റെ ജോലി കഴിഞ്ഞാൽ അവന്റെ ജോലിക്ക് കൂലി കൊടുക്കണം. അത് പിന്നെ ബന്ധിപ്പിക്കാൻ പാടില്ല. ഇത് കേവലം പറഞ്ഞു പോവുക മാത്രമല്ല റസൂൽ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൂലി വാങ്ങിക്കൊടുത്തു. നിങ്ങൾക്കറിയില്ലേ, മക്കയിലെ കാലഘട്ടം പ്രവാചകൻ സഹാബത്ത് വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സമയത്താണ് വിദേശത്ത് നിന്ന് വന്നൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നും അബൂജഹൽ എന്ന് പറയുന്ന മക്കയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി ഒരു ഒട്ടകത്തെ വാങ്ങി. കൂലി പൈസ കൊടുത്തില്ല, ഒട്ടകത്തിന്റെ വില കൊടുത്തില്ല. അവൻ വിദേശിയാണല്ലോ, എന്റെ അടുക്കൽ ആരാണ് കൂലി വാങ്ങി കൊടുക്കാനുള്ളത്? അവൻ കുറച്ചു ദിവസം ചോദിച്ചിട്ട് പോയിക്കോളെന്ന് വിചാരിച്ചു. അവസാനം ഈ പാവപ്പെട്ട മനുഷ്യൻ കഅബയുടെ പരിസരത്തിരിക്കുന്ന പ്രമാണിമാരോട് ഒന്ന് പരാതി പറഞ്ഞു, അബൂജഹൽ എന്റെ കൂലി തരുന്നില്ല, എന്റെ ഒട്ടകം വാങ്ങിയതിന്റെ പൈസ തരുന്നില്ല. അപ്പോൾ അവര് പറഞ്ഞു, മുഹമ്മദ് വിശ്വാസിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കും. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു പറഞ്ഞു വിടുകയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ. അവർക്കറിയാം പ്രവാചകൻ പറഞ്ഞാൽ അബൂജഹൽ കൂലി കൊടുക്കൂല. അവരൊരു സീൻ കാണാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്. ഈ പാവപ്പെട്ട മനുഷ്യൻ ചെന്ന് പരാതി പറഞ്ഞു റസൂലിനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. അബൂജഹലിന്റെ വീട്ടിൽ ചെന്ന് മുട്ടി. ആരാണെന്ന് ചോദിച്ചു. മുഹമ്മദ് ആണെന്ന് മറുപടി പറഞ്ഞു ഗൗരവസ്വരത്തിൽ. അബൂജഹൽ ഇറങ്ങി വന്നു. നീ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒട്ടകം വാങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഉടനെ കൊടുക്കണം.
അബൂജഹൽ അത് എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കേവലം പറഞ്ഞു പോവുക മാത്രമല്ല, അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പരിശ്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഒരു ഖുദ്സിയ ഹദീസിലൂടെ, സലാസത്തുൻ അന ഹസ്മുഹും യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകളുണ്ട്, ഞാൻ ഖിയാമ നാളിൽ അവരുടെ എതിരാളിയായിരിക്കും. 3 വിഭാഗം ആളുകളുടെ എതിരാളി. അതിലൊന്നായി എണ്ണി പറഞ്ഞത് വറജുലിൻ ഇസ്തഅജറ അജിറ, ഒരാളെ പണിക്ക് വിളിച്ചു. അവനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. ഫസ്തൗഫാ മിൻഹു, പണിയെല്ലാം ചെയ്യിപ്പിച്ചു. പക്ഷെ ഫലം യുറക്കിഹി അജ്റഹു, കൂലി കൊടുത്തില്ല. തന്റെ കീഴിൽ പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കൊടുക്കാത്ത മുതലാളി, ആ തൊഴിലുടമയുടെ എതിരാളിയായിരിക്കും ഞാൻ അന്ത്യനാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിലൂടെ അല്ലാഹു പറഞ്ഞതായി നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തൊഴിലാളിക്ക് അർഹതപ്പെട്ട കൂലി പണി കഴിഞ്ഞാൽ ഉടനെ കൊടുത്തിരിക്കണം. ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളോട് നിങ്ങൾ സ്നേഹവും കാരുണ്യവും കാണിക്കണം. അവർക്ക് കഴിയാത്ത ഒന്നും നിങ്ങൾ അവരെ ഏൽപ്പിക്കരുത്. ലാ തുകല്ലിഫുഹും മിനൽ അമലി മാ ലാ യുതീഖുൻ, ഒരു തൊഴിലാളിയെ കൊണ്ട് കഴിയാത്ത തൊഴിൽ നിങ്ങൾ ചെയ്യിപ്പിക്കരുത്. കഴിയാത്തത് അവനെ ഏൽപ്പിക്കരുത്. അങ്ങനെ ഏൽപ്പിച്ചാൽ നിങ്ങൾ അവരെ സഹായിച്ചു കൊടുക്കണം. ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു മാവ് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു വന്നയാള്, അല്ല നിന്റെ വീട്ടിൽ ജോലിക്കാരില്ലേ? സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വീട്ടിലെ ജോലിക്കാരനെ ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 ജോലി ഒരേ സമയത്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് അവനെ സഹായിക്കുന്നത് എന്ന് സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതേപോലെ തന്നെ ജോലിക്കാരോട് തൊഴിലാളികളോടും നിങ്ങൾ വിട്ടുവീഴ്ച സ്വീകരിക്കണം. ഒരാൾ വന്ന് റസൂലിനോട് ചോദിച്ചു, റസൂലേ നഅഫുവനിൽ ഖാദിമി, ഞങ്ങളുടെ കീഴിൽ തൊഴിലെടുക്കുന്ന ആളുകളോട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടോ? സമത്ത റസൂലുള്ളാഹി കുറച്ചേരൊക്കെ മിണ്ടിയില്ല. എന്നിട്ട് പറഞ്ഞു, ഉഅഫുഅൻഹു ഫിൽ യൗമി വൽ ലൈലതി 70 മറ, ഒരു ദിവസം നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളിക്ക് 70 പ്രാവശ്യം മാപ്പ് കൊടുക്കണം. അവന്റെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പോരായ്മകൾ ഉണ്ടായാൽ 70 പ്രാവശ്യം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് തൊഴിലാളിയുടെ അവകാശങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. അവനോട് നല്ല നിലയിൽ ഇടപെടണം. നിങ്ങളുടെ തൊഴിലാളി നിങ്ങൾക്ക് ഭക്ഷണവുമായി വരുമ്പോൾ നിങ്ങൾ അവനെ കൂടെയിരുത്തണം. ഇതുപോലും റസൂലുള്ളാഹി പറയാൻ വിട്ടുപോയില്ല. തൊഴിലാളിയെ കൂടെയിരുത്തി നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചവന് വാരി കൊടുക്കണം. ഒരിക്കലും ഒരു മുതലാളി, ഒരു തൊഴിലാളി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവുകയാണ്. തൊഴിലുടമ വാഹനപ്പുറത്താണ്. ഈ തൊഴിലാളി പുറകെ ഓടുകയാണ്. ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന തൊഴിലുടമയോട് പറയുന്നുണ്ട്, ഇഹ്മിൽഹു, ഇവനെ കൂടി അതിനെ പുറത്ത് കയറ്റ്, ഇവൻ നിന്റെ തൊഴിലാളിയല്ലേ, അവനോടൊരു കരുണ കാണിക്ക്. ഇന്നമാ ഹുവ അഖൂക, നീ തൊഴിലുടമയായിരിക്കാം, മുതലാളിയായിരിക്കാം, പക്ഷേ ഇത് നിന്റെ ഒരു സഹോദരനാണ്, ഇവനെ നടത്തിക്കൊണ്ടു പോകരുത്. അവനെ കൂടി ഒട്ടകപ്പുറത്ത് കയറ്റാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തൊഴിലാളികളോടുള്ള സമീപനം, അതോടൊപ്പം തന്നെ മുതലാളിമാരോടുള്ള സമീപനം, ഇത് രണ്ടും പരിശുദ്ധ ഇസ്ലാം പറയുന്നതിലൂടെ ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിനുണ്ട്. ഇന്ന് തൊഴിലാളികൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ബഫഖി തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് ഹൈദരാബാദിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഇതൊരു കൈബോംബാണ്, ഇതെപ്പോഴും പൊട്ടാം. ഈ കൈബോംബ് പൊട്ടിയാൽ പിന്നെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പ്രസംഗിച്ചിട്ടാണ് ബഫഖി തങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വന്ന് പിന്നെ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അവസാന ഒരു സന്ദേശം അതായിരുന്നു, തൊഴിലില്ലായ്മ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഫലമായി തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വേതനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിലെ മോശമായ സാഹചര്യങ്ങൾ, കൂടുതൽ സമയം പണി ചെയ്യേണ്ടി വരുന്നത്, അവിടെ അവർ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങൾ, അപകടകരമായ സാഹചര്യങ്ങൾ, സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തെറ്റായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്റെ കീഴിൽ പണിയെടുപ്പിക്കുന്ന ആളുകളോട്, തന്റെ ഫാക്ടറിയിൽ പണിയെടുപ്പിക്കുന്ന ആളുകളോട്, തന്റെ കടകളിൽ ജോലിയെടുപ്പിക്കുന്ന തൊഴിലാളികളോട് തൊഴിലുടമകൾ നീതിപൂർവകമായി കാരുണ്യത്തോടു കൂടി പെരുമാറാൻ കഴിയണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുതലാളിക്ക് ചില അവകാശമുണ്ട്. കമ്മ്യൂണിസം പറയാൻ വിട്ടുപോയത് അതാണ്. തൊഴിലാളിയുടെ അവകാശത്തെ കുറിച്ച് വാചാലമായി സംസാരിച്ചപ്പോ തൊഴിലുടമയുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അത് പറയുന്ന വിഷയത്തിൽ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല. അവിടെയാണ് ഇസ്ലാം വിജയിച്ചത്. ഇസ്ലാം തൊഴിലുടമയുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരാളെ ജോലിക്ക് വിളിച്ചാൽ
വൈലുൽ ലിസ്സാനി മിൻ ഖദിൻ വബഅദ ഖദിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൊഴിലാളിക്ക് നരകം കിട്ടുന്നത് തൊഴിലാളി മുതലാളിയെ വഞ്ചിക്കുന്നതിന്റെ പേരിലാണ്. തൊഴിലൊരു അമാനത്താണ്. ഒരാൾ നമ്മളെ ജോലിക്ക് വിളിച്ചാൽ അയാൾ ഏൽപ്പിച്ച ജോലി ആ സമയബന്ധിതമായി കൃത്യമായി ചെയ്തു കൊടുക്കാൻ തൊഴിലാളി ബാധ്യസ്ഥനാണ്. അതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ ആ അമാനത്തിൽ വരുത്തുന്ന ഒരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മുതലാളിയുടെ അവകാശമാണ് തൊഴിലാളി കൃത്യമായി തൊഴിലെടുക്കുക എന്നുള്ളത്. ഇന്നത്തെ തൊഴിലുടമകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, ഒരു സംരംഭം ഈ നാട്ടിൽ തുടങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. തൊഴിലാളി സമരങ്ങൾ, നോക്കുകൂലി എന്ന് പറയുന്ന നോക്കുകൂലിക്കെതിരെ അവര് പോലും സംസാരിക്കാൻ തുടങ്ങി. പണിയെടുക്കാത്തതിന് കൂലി മേടിക്കുക, നോക്കി നിന്നിട്ട് കൂലി മേടിക്കുക, ഇതൊക്കെ മുതലാളിയുടെ അവകാശ നിഷേധങ്ങളാണ്. മുതലാളിയുടെ സമ്പത്തിൽ നിന്ന് മോഷ്ടിക്കുക, തൊഴിലിൽ വീഴ്ചകൾ വരുത്തുക, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു തൊഴിലാളിയിൽ നിന്നുണ്ടാകാതെ മുതലാളിക്ക് കിട്ടേണ്ട അവകാശങ്ങളോട് വകവെച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തൊഴിലെന്നുള്ളത് മഹത്തായ ഒരു പരിപാടിയാണ്. തൊഴിലെടുത്ത് ജീവിക്കാനാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്. യാചനയെ നിരുത്സാഹപ്പെടുത്തുകയും യാചകനായി വന്ന ആൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ യാചിച്ച് ജീവിക്കുന്നത്? തൊഴിലെടുത്തുകൂടെ? നിന്റെ വീട്ടിൽ ഒന്നുമില്ലേ? അദ്ദേഹം വെള്ളം കുടിക്കുന്ന ഒരു കോപ്പയും അദ്ദേഹത്തിന്റെ ഒരു പുതപ്പും ഇത് മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് കൊണ്ടുവന്നപ്പോൾ അത് ലേലം വിളിച്ചു വിറ്റു. 2 ദിനാറിന് വേണ്ടി റസൂലുള്ളാഹി അത് വിറ്റു. 1 ദീനാറ് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നീ നിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുക, നിന്റെ വീട്ടു ചെലവുകൾ അത്യാവശ്യം ഇതുകൊണ്ട് നടത്തുക. ബാക്കിയുള്ള 1 ദീനാർ, ആ ദീനാറ് കൊണ്ട് മഴു കെട്ടിക്കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കൊണ്ടുപോയി നീ തൊഴിലെടുത്ത് ജീവിക്കുക, വിറക് വെട്ടി ജീവിക്കുക. 15 ദിവസത്തേക്ക് നിന്നെ ഞാൻ കാണരുത്. 15 ദിവസം ഈ മനുഷ്യൻ വനത്തിൽ പോയി, കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് 15 ദിവസത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആ മനുഷ്യന്റെ കയ്യിൽ ധാരാളം ദീനാറുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി മനുഷ്യനോട് പറഞ്ഞത്, ഇതാണ് നിനക്ക് നല്ലത്. യാചിച്ച് തിന്നുന്നതിനേക്കാൾ നല്ലത് പണിയെടുത്ത് തിന്നലാണ്. അള്ളാഹുവിന്റെ റസൂല് പണിയെടുത്ത് ജീവിച്ചയാളാണ്. മക്കക്കാർക്ക് വേണ്ടി ആട് മേയിച്ച് ജീവിച്ചയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടം ചെയ്ത് ജീവിച്ചയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരായ പ്രവാചകന്മാർ മുഴുവനും തൊഴിലെടുത്ത് ജീവിച്ചവരാണ്. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തൊഴിലെടുക്കുന്ന കാര്യത്തിൽ ഒരു അലംഘനവും കാണിക്കാൻ പാടില്ല. ഒരു തൊഴിലും മോശമല്ല. ഇന്ന് മലയാളി വൈറ്റ് കോളറാണ്. സ്വന്തം നാട്ടിൽ പണിയെടുക്കാൻ തയ്യാറല്ല. പണിയെടുക്കുന്നവന്റെ പേര് ഭായി എന്നാണ്. കേരളത്തിൽ പണിയെടുക്കുന്നവൻ വിളിക്കുന്ന പേര് ഭായി എന്നാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളം ഇങ്ങനെ കൈയടക്കിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഭായിമാരാണ്. എന്താ കാരണം? മലയാളി വൈറ്റ് കോളറാണ്, അവന് പണിയെടുത്ത് ജീവിക്കാൻ കഴിയില്ല. ഇവിടെയാണ് അമേരിക്കക്കാരെ നമ്മൾ മാതൃകയാക്കേണ്ടത്. എല്ലാ വിഷയത്തിലും അമേരിക്കക്കാരെ കുറ്റം പറയിപ്പോലും ഈ വിഷയത്തിൽ അമേരിക്കക്കാരിൽ ചിലത് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു തൊഴിലും അമേരിക്കക്കാരന് മോശമല്ല. ഒരു തൊഴിലും അവർ മോശമായി കാണുന്നില്ല. എഞ്ചിനീയറിംഗിനും മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തോടൊപ്പം തന്നെ വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്ത് അവരുടെ പഠനത്തിന് ആവശ്യമായ പൈസ അവർ കണ്ടെത്തുകയാണ്. മലയാളി ഇതിന് തയ്യാറല്ല. ലക്ഷക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് മുതൽക്കൂട്ടാകേണ്ട ഈ വലിയ സംഖ്യ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണം. എന്താ കാര്യം? നമുക്ക് ചില ജോലികൾ നല്ലതല്ല, ചില ജോലികളെ നല്ലതുള്ളൂ. മേലണങ്ങി പണിയെടുക്കാൻ മലയാളിക്ക് കഴിയില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൊഴിലിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കണം, തൊഴിലെടുത്ത് ജീവിക്കണം, അധ്വാനിക്കണം, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടണം, സമ്പാദ്യം നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പോലും കാരണമായി തീരുമെന്ന വിശാലമായ കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സർവദേശീയ തൊഴിൽ ദിനമായി മെയ് 1-ാം തീയതി ലോകമൊട്ടുക്കും ആചരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ തൊഴിലിനോടുള്ള കാഴ്ചപ്പാടും തൊഴിലാളികളോടുള്ള തൊഴിലുടമകളോടുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടും ആ വിഷയത്തിലുള്ള സമഗ്രമായ സമ്പൂർണമായ ഒരു നിയമവുമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൊഴിലുകളിൽ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൊഴിലാളിക്കും തൊഴിലുടമകൾക്കും അല്ലാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംരംഭങ്ങളെ അല്ലാഹു തആല വിജയത്തിലെത്തിക്കുമാറാകട്ടെ. ഹലാലായ ജീവിതം നയിക്കാൻ ആവശ്യമായ സമ്പാദ്യം അല്ലാഹു മരണം വരെ നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കും.